ശ്വാസം വരെയോ നെരുക്കത്തിനപ്പം തിന്നാലോ കഷ്ടത്തിൻ കണ്ണുനീർ ഓടിച്ചാലോ നെരുക്കത്തിനപ്പം തിന്നാലോ കഷ്ടത്തിൻ കണ്ണുനീർ ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ എല്ലാം പ്രതികൂലമായെന്നാലോ ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ എല്ലാം പ്രതികൂലമായെന്നാലോ യാത്ര ചെയ്യോ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും യേശുവിനാൽ വച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ ജീവൻ വച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ എത്തിയിടുമ്പോൾ ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ എത്തിയിടുമ്പോൾ ശുദ്ധ പാളുങ്കിൽ കടൽ തീരത്ത് യേശുവിൻ പൊന്മുഖം ഒത്തിടും ഞാൻ ശുദ്ധ പാളുങ്കിൽ കടൽ തീരത്ത് യേശുവിൻ പൊന്മുഖം ഒത്തിടും ഞാൻ യാത്ര ചെയ്യോ യുദ്ധം ചെയ്യും യേശുവിനാൽ ജീവൻ വച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ ജീവൻ വച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് വേറെ നാട്ടിൽ എത്തിയിടുമ്പോൾ ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ എത്തിയിടുമ്പോൾ ശുദ്ധ പാളുങ്കിൽ കടൽ യേശുവിൻ പൊന്മുഖം ഒത്തിടും ഞാൻ ശുദ്ധ പാളുങ്കിൽ കടൽ തീരത്ത് യേശുവിൻ പൊന്മുഖം ഒത്തിടും ഞാൻ യാത്ര ചെയ്യോ യുദ്ധം ചെയ്യും യേശുവിനാൽ ജീവൻ വച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയും ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. വലിയവനാകുന്ന ദൈവം നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. അപ്പാ, ഇന്ന് പകൽക്കാലം എന്നോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ രക്തത്താൽ എന്നെ കഴുകണമേ. എന്നെ ഒരു പ്രാവശ്യം കൂടെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ.
ശുദ്ധീകരിക്കുമാറാകണമേ. നിങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ ദൈവാന്തിയോട് ഹൃദയത്തോട് ഞങ്ങൾ അടുത്തു വരികയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളോട് മനസ്സറിയണമേ. ആമേൻ. ആരാധനയിലുള്ള വിടുതലുകൾ ഞങ്ങൾക്ക് ഏറ്റെടുക്കുക, പ്രാർത്ഥനയിൽ കൂടെയുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അനുഭവമാക്കുക. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ സമർപ്പിക്കുന്നു. എന്നെ ഞാൻ സമർപ്പിക്കുന്നു. അവന്റെ പുത്രനാകുന്ന യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് താഴ്ത്തി കൊടുക്കാം. സർവശക്തനാകുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ ഇടയായി തീരട്ടെ. ആ വലിയവനാകുന്ന ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും നമ്മുടെ മേൽ പകരട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ജോമീഷ് മുന്നോട്ട് എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ സഭായോഗം നാം ആരംഭിക്കുവാൻ വേണ്ടി പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ അടച്ചുകൊണ്ട് ആമേൻ നമ്മുടെ ഹൃദയം ദൈവസന്നിധാനത്തിൽ പകർന്നുകൊണ്ട് നമ്മുടെ അകത്തെ കണ്ണുകൾ തുറന്നുകൊണ്ട് ഒരു നിമിഷം ദൈവസന്നിധാനത്തിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ എന്റെ നല്ല പിതാവേ, കർത്താവേ, സ്തോത്രം. കർത്താവേ, വിശുദ്ധകാലം സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അടിയുടെ വാക്കിൽ ചിന്തയിൽ നിരൂപണിൽ കൊടുക്കുക. അങ്ങനെ കർത്താവ് ക്ഷമിക്കുമാറണേ, അങ്ങനെ ശുദ്ധീകരിക്കുമാറണേ. മാംസപരമായ കർത്താവേ, കർത്താവേ, സ്തോത്രം. കർത്താവേ, രാജ്യങ്ങളും പെട്ടെന്ന് വിളിച്ച് നന്ദി വർദ്ധിച്ചപ്പ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശുദ്ധ ആരാധന ഏറ്റവും വിഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം ഇടപെടണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. കടന്നു വരാൻ കഴിയാത്തവരുണ്ട്. കർത്താവേ, എത്രയും പെട്ടെന്ന് വരുവാൻ സ്വർഗ്ഗം ഇടപെടണമേ. ഹല്ലേലൂയ. കർത്താവെ, പൂർണ്ണമായി പരിശുദ്ധമാവോ നീന്തനെ ഏറ്റെടുക്കുമാറാണ്. ആലവും പരിസരം കർത്താവെ, ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനങ്ങൾ തരുമാറാണ്. കർത്താവെ, നല്ല ആളുകൾ കേൾക്കുമാറാണ്. കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ, കർത്താവെ, കേൾക്കുന്ന വചനങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ സ്വർഗ്ഗമേ അങ്ങോട്ട് വരുത്തണമേ. കർത്താവെ, ഞങ്ങൾ അനേക വിഷയങ്ങളുമായ കടന്നുവന്നിരിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. പൂർണ്ണമായി കർത്താവെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചില വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ സ്വർഗ്ഗം ഇടപെടണമേ. മനുഷ്യരുടെ സാധ്യം ദൈവത്തിലെ സാധ്യം കർത്താവെ, ഈ നാളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ കർത്താവെ ഇന്നത്തെ പൽക്കാരം കർത്താവെ പൂർണ്ണമായി ഏറ്റെടുക്കുമാറാണ്. നല്ല സങ്കീർത്തനം, നല്ല പ്രബോധങ്ങൾ, നല്ല സാക്ഷ്യങ്ങൾ സ്വർഗ്ഗം തരുമാറാണ്. കർത്താവെ, കേൾക്കുന്ന വചനങ്ങൾ ഏകാഗ്രത മനോഭാവത്തിന് കർത്താവെ ഭയഭക്തിയോടെ കേൾക്കുവാൻ, ജീവിത തലങ്ങളിൽ പ്രാവർത്തികമായി തീരുവാൻ സ്വർഗ്ഗം ഓരോരുത്തരും ഒരുക്കുമാറാണ്. കർത്താവെ, സകല കാര്യങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ കർത്താവെ അടുത്ത പതിനേശ്വരം തന്നെ നമ്മുടെ കരങ്ങളിലൂടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസന്നിധാനത്തിൽ വളരെ പ്രാർത്ഥനയോടെയും ഒരുക്കത്തോടു കൂടെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമുക്കറിയാവുന്ന ചില പാട്ടുകൾ പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ എന്നാരംഭിക്കുന്ന ആ പഴയകാലം നമുക്ക് ചേർന്ന് പാടി കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പാടി
പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഓരാ ഭയങ്കര കാറ്റും മലയും ഓടിയതായി വരും നേരത്തിൽ. ഓരാ ഭയങ്കര കാറ്റും മലയും ഓടിയതായി വരും നേരത്തിൽ. കാക്കും കരങ്ങളാൽ ചേർത്തു മാറണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാറണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. നല്ല കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കാം എന്ന വാർത്തയാ. നല്ല കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കാം എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വെച്ചു ജീവപാത എന്തു മൂടും ഞാൻ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വെച്ചു ജീവപാത എന്തു മൂടും ഞാൻ. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയാ. ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയാ. ദേഹം ദേഹിയില്ലാമോ നിങ്ങൾ ചേർന്നു പ്രിയനാ വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയല്ലാമോ ചേർന്നു പ്രിയനാ വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമന ശോധനയിലും കാണുവിടും പോകാതെ. യോർദാൻ സമമന ശോധനയിലും കാണുവിടും പോകാതെ. ആർക്കും ജയധൂരിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമക്ഷരം. ആർക്കും ജയധൂരിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമക്ഷരം. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്റെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ
സ്നേഹത്തോടെ ഞങ്ങളെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ വലിയ നാമത്തിൽ ഞങ്ങൾ മഹത്വമർപ്പിക്കുന്നു. ഞങ്ങളുടെ വലിയ ദയയ്ക്കായി ഞങ്ങൾ സ്തോത്രമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് മനസ്സ് ചെയ്യണമേ, അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ബലിയതയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സന്നദ്ധയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. വലിയവനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവേ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. പകൽക്കാലം കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ ഞായറാഴ്ച നാം ഇവിടെ വന്നു ദൈവമക്കളോട് ചേർന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു. നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോയി. എന്നാൽ കഴിഞ്ഞൊരാഴ്ചക്കാലം നാം എല്ലാവരും ആയിരുന്ന ഇടങ്ങളിൽ കർത്താവ് നമ്മെ ഭദ്രമായി പരിപാലിച്ചു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് നമ്മുടെ കർത്താവിന് നന്ദി പറയുവാൻ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ കൂട്ടിവരുത്തി. കടന്നു വന്ന നമ്മുടെ എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രോഗികളായി, ശാരീരിക ക്ഷീണമുള്ളവരായി, അസ്വസ്ഥരായി, ബലഹീനരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവം ആശ്വാസവും വിടുതലും സന്തോഷവും സമാധാനവും ദൈവമായ കർത്താവ് അയക്കുവാനിടയായി തീരട്ടെ. പ്രാർത്ഥിപ്പാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് നൽകി തരട്ടെ. നല്ല സങ്കീർത്തനത്തെ ദൈവം നമുക്ക് നൽകി തരട്ടെ. നല്ല പ്രബോധനങ്ങൾ, ആമേൻ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറയുവാൻ കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നടക്കുന്ന എല്ലാ ആത്മിക ശുശ്രൂഷകളും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരണം. വലിയൊരു കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ സന്തോഷത്തോടും ഉല്ലാസത്തോടും ആമേൻ നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആമേൻ ആത്മിക മനുഷ്യനെ ബലപ്പെടുത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ആമേൻ പ്രാരംഭത്തിൽ ഷോണ പ്രാർത്ഥിക്കും. ആമേൻ അതിന് ശേഷമായിട്ട് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് പ്രിയ വിജയ ചേച്ചി പ്രാർത്ഥിക്കും. സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ആമേൻ പ്രിയ എൽദോസച്ചാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ஆண்டவரே இந்த ஆராதனையிலும் ஆண்டவரே உங்க பிரசன்னம் இறங்கி ஆண்டவரே தாசனை வல்லமையாக எடுத்து பயன்படுத்தும். ஆமென். ஹல்லேலூயா, ஹல்லேலூயா. எலியாவின் பலிபீடத்தில் இறங்கியது அபிஷேகம் ஆண்டவரே இந்த இடத்துல. Praise the Lord. ஹல்லேலூயா. ஆண்டவரே கர்த்தாவே இந்த நாளும் அப்பா முழுவதும் உங்க கரத்தில் தெரிகிறோம். ஆராதனையிலும் ஹல்லேலூயா, தெய்வத்தின் ஸ்தோத்திரம். எல்லாம் கராயிருக்கணும். அவன் எல்லாம் நீங்க கூட்டிட்டு வரும் அப்பா. ஒரு மனப்பட்ட ஆவியை தந்த ஆண்டவரே உங்க Praise the Lord. Hallelujah. வரைக்கும் உங்க பிரசன்னம் இறங்கட்டும். Amen. Hallelujah. சங்கீத பகுதி ஆண்டவரே, சாட்சி பகுதிகள் ஆண்டவரே, காணிக்கை பகுதியும் ஆண்டவரே உங்க வார்த்தை கேட்கும்போது ஆண்டவரே நீங்கள் அதை கேட்டு விடாதபடி ஆண்டவரே உங்க பிரசன்னத்தினால் நாங்கள் நடக்கிறதுக்கும் எங்களோடு நீங்க சம்சாரிக்கணும் அப்பா. ஏசப்பா எங்களால் ஒன்றும் இல்லை. ஆவியானவரே எல்லாவரையும் உங்க கரத்துல தெரிகிறோம் அப்பா. ஆண்டவரே சபைக்கு அநேக ஆத்துமக்களை கொண்டு வாரும் ஆண்டவரே. பின்மாறி போனவரை நீங்க கூட்டிட்டு வாரும் ஏசப்பா. எங்களால் ஒன்றுமில்லை. கடைசி காலம் ஆண்டவரே ஆறும் பார்த்தபடி ஆண்டவரே ஒவ்வொன்றையும் எடுத்து ஆண்டவரே நீங்க கூட்டிக் கொண்டு வாரும். இந்த
സഭയിൽ ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ. യേശപ്പാ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരത്തിൽ തെരുവിലും വീതിയുള്ള Praise the Lord. Hallelujah. Amen. Praise the Lord. Hallelujah. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും സ്വസ്ഥനുമായ ദൈവമേ, അങ്ങയുടെ നാമം ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്തോത്രം. ആ പാതയുടെ തിരുമോദയിലേക്ക് നോക്കുവാൻ കർത്താവ് അടികൾക്ക് ഒരു അവസരം ദൈവം നൽകിയല്ലോ. ഒന്നിനൊന്നും കുറവില്ലാതെ കർത്താവ് നന്ദിയോടെ എന്നെ വാഴ്ച നല്ല നന്മകൾക്കായിട്ട് സ്തോത്രം. ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്ക് നന്ദി Praise the Lord. Hallelujah. തന്നാരോഗ്യത്തിനായിട്ട് നന്ദി പറയുന്ന ദൈവമേ, തന്നാകാരത്തിനായിട്ടൊക്കെ നന്ദി പറയുന്ന ദൈവമേ. Hallelujah. യഹോവ കാത്തു ഇത്രത്തോളം യഹോവ പരിപാലിച്ചു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പുരുഷന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ഭാവികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളെ Amen. Hallelujah. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന വീട് ഞങ്ങളെ കർത്താവിന്റെ പാതവിടത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Hallelujah. കർത്താവേ, ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവങ്ങളെയും കർത്താവിന്റെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ദേവതാ കർത്താവ് ദേവദാസനെയും കർത്താവിന്റെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കണം. Hallelujah. Praise the Lord. കർത്താവിന് നൽകണമേ. സ്വർഗീയനാഥ, അഭിഷേകത്താൽ നിറച്ചുകൊള്ളണമേ. സ്വർഗീയനാഥ, തിരുകരങ്ങളിലേക്ക് പ്രിയമാരെ Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്ര സൗകര്യമാരെ ഞങ്ങളുടെ Amen. Hallelujah. സ്തോത്രം. ആരോഗ്യത്തിന്റെ ബലത്തോടെ കർത്താവ് കൂട്ടി വരുത്തിയല്ലോ. അതിനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പല സഹോദരങ്ങളെ സൗകര്യമായി കടന്നു വന്നിട്ടില്ലപ്പ. അവരായിരിക്കുന്ന സ്ഥാനത്തൊക്കെ Praise the Lord. Hallelujah. ലോകത്താൽ ഭാരപ്പെടുന്നവരുടെ കർത്താവേ, അവിടേക്ക് കർത്താവിന്റെ അത്ഭുതകരങ്ങൾ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവോട് സഹായിക്കണമേ. സ്വർഗീയനാഥ, പ്രിയാപ്പച്ചനെ കൂട്ടി വരുത്തിയല്ലോ. Amen. സ്തോത്രം. 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 ക്ഷേമത്തോടെ തിരുസഭയിൽ കൂട്ടി വരുത്തി കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ. അവരുടെ കരങ്ങളെ കേൾപ്പിക്കുന്ന കടന്നു വന്ന നിന്നെ സഹോദരങ്ങളെ എല്ലാം ദൈവങ്ങളിലേക്ക് കർത്താവിന്റെ കരങ്ങളെ കേൾപ്പിക്കുന്നു. അവരുടെ പ്രവചന മേഖല Praise the Lord. Hallelujah. തിരുസന്നിധിയിൽ കൂട്ടി വരുത്തിയല്ലോ. അതിനെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് അപ്പ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം കർത്താവേ. ലോകമെമ്പാടുള്ള വിശുദ്ധന്മാരെ ആരാധിക്കുമ്പോൾ അടികളെ കർത്താവെ അവിടെ കൂട്ടി വരുത്തിയല്ലോ. അതിനെ ദൈവത്തെ സ്തുതിക്കുന്നത് സ്തോത്രം ചെയ്യുന്നപ്പ. തിരുവാടുകളൊക്കെ കർത്താവ് നിയന്ത്രിച്ചുകൊള്ളണമേ. സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്ന എല്ലാ ആരാധന കൂട്ടുകളെയും കർത്താവിന്റെ തിരുകരങ്ങളെ കേൾപ്പിക്കുന്നപ്പ. ദൈവം ഞങ്ങളുടെ സെന്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. സെന്ററിൽ കർത്താവെ ഓരോ ദൈവസഭയും കർത്താവിന്റെ കരങ്ങളെ കേൾപ്പിക്കുന്ന ദൈവ കർത്താവെ. സെന്ററിൽ കർത്താവെ ഞങ്ങളൊരു സകലം ഏൽപ്പിക്കുന്ന ദൈവമേ. ആരാധനയും നല്ല സങ്കീർത്തനങ്ങള് കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തരണമേ. കർത്താവെ, അതൊന്ന് പരിതലിക്കാൻ കർത്താവ് ദാസിനെ ബലപ്പെടുത്തണമേ. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ തക്കണം കർത്താവ് ഇടയാക്കണമേ. ഓരോ ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹിക്കാൻ സഹായിക്കണമേ. നല്ല സാക്ഷ്യങ്ങൾ, നല്ല പ്രബോധനങ്ങൾ കേൾക്കുവാൻ തക്കണം കർത്താവയോട് സഹായിക്കണമേ. സ്വർഗീയനാഥ, ദേവി കർത്താവ് കർത്താവിന്റെ തിരുകരങ്ങളിലേക്ക് സകല സമസ്ത വിഷയം ഏൽപ്പിക്കുന്നപ്പ. ചുറ്റുപാടുകളെ കർത്താവ് നിയന്ത്രിച്ചുകൊള്ളണമേ. ദേവി ദൈവത്തിന്റെ ദൂതന്മാരെ കർത്താവെ ഈ കർത്താവെ ആലയത്തിന് ചുറ്റും കാവൽ നിർത്തുവാനാണ് കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം കർത്താവെ. സൗരങ്ങളുടെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അടിനെയും കുടുംബമായിട്ട് കർത്താവിന്റെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ദൈവമേ. പ്രാർത്ഥനയായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം.
119 സങ്കീർത്തനത്തിന്റെ 73 മുതൽ 96 വരെയുള്ള ചില വേദഭാഗങ്ങൾ ദൈവസന്നിധിയിൽ വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. 119 സങ്കീർത്തനം 73 മുതലുള്ള വാക്യം. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിന, ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിന, തന്നതിനുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു, തന്നതിനുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കായുള്ള, ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കായുള്ള, പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവൂ, പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവൂ. നീയൊഴികെ ഞങ്ങൾക്കു സുരാരോഗ്യക്കാരുള്ളൂ ജീവ. സന്തോഷത്തോടെ ചേർന്ന് പാടാം, ശബ്ദമുയർത്തി. ജീവനാഥ നീയൊഴികെ ഈകത്തിൽ മറ്റാരുമില്ലാശ്രയിപ്പാൻ പാരനേ, നീയൊഴികെ ഈകത്തിൽ മറ്റാരുമില്ലാശ്രയിപ്പാൻ പാരനേ. വന്ദനമേശുപര നിനക്കെന്നും വന്ദനം യേശുപര, വന്ദനം യേശുപര നിനക്കെന്നും വന്ദനം യേശുപര, വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരും നാമത്തിനാദരവാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാത്തിരും നാമത്തിനാദരവാ. 119 സങ്കീർത്തനത്തിന്റെ 73 മുതൽ 96 വരെയുള്ള തിരുവചനങ്ങൾ ഇവിടെ വാക്യപ്രതിവാക്യമായി വായിക്കുന്നു. ഒടുവിലത്തെ 95, 96 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഞാനിവിടെ വായിക്കുന്നു. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ, നിന്റെ ന്യായപ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ നിന്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു, നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി കുഴിച്ചിരിക്കുന്നു.
അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപദേശിച്ചില്ല താനും. യഹോവേ, നിന്റെ വചന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. ഞാനൊരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. അടുത്ത 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. ദുഷ്ടന്മാർ പതിയിരിക്കുന്നു, ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് അവസാനം കണ്ടിരിക്കുന്നു. വിസ്തീർണമായിരിക്കുന്നു. നമ്മുടെ വിശുദ്ധ തിരുവെഴുത്തുകൾ സ്വസ്ഥാനങ്ങളിൽ വെച്ച് വലിയവനാകുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ അല്പനിമിഷങ്ങൾ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ളൊരു ദേഹിയായി ദൈവം നമ്മെ നിലനിർത്തിയതോർത്ത് നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞൊരാഴ്ചക്കാലം നാം എല്ലാവരും ആയിരുന്ന ഇടങ്ങളിൽ, ആയിരുന്ന സ്ഥാനങ്ങളിൽ ദൈവം നമ്മെ ഭദ്രമായി കാത്തു പരിപാലിച്ചു. അനേകര് രോഗികളായി, അനേകര് അപകടങ്ങളിൽപ്പെട്ട്, അനർത്ഥങ്ങളിൽപ്പെട്ട് ലോകത്ത് നിന്ന് പട്ടുപോയപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോട് കാണിച്ച ആ വലിയ കരുണയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്ന യഹോവയവനെ സകലത്തിൽ നിന്നോ വിടുവിക്കുന്ന ഞങ്ങളുടെ വചനത്തിൽ നാം അവിടെ നിന്ന് വായിക്കുന്നല്ലോ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ കൂട്ടിവരുത്തിയത്, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ ദൈവസന്നദ്ധിയിൽ പ്രസ്താവിക്കുവാൻ വേണ്ടിയാണ്. ഭക്ഷിപ്പാൻ നമുക്ക് ആഹാരം തന്നു, കുടിപ്പാൻ നമുക്ക് വെള്ളം തന്നു, ധരിപ്പാൻ നമുക്ക് വസ്ത്രം തന്നു. സങ്കീർത്തനക്കാരന്റെ അവൻ അനുഭവത്തിൽ കൂടി ഇങ്ങനെ പറയുന്നു, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന്, എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചിരിക്കുന്നു. ആകയാൽ നമ്മുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് എല്ലാ ദൈവമക്കളും ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ഈ ലോകത്തിന്റെ ഇടയവൻ, ഈ പ്രപഞ്ച സൃഷ്ടാവാകുന്ന നമ്മുടെ കർത്താവാകയാൽ നന്ദിയോട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം നമുക്ക് നൽകി തന്നല്ലോ. എല്ലാ ദൈവമക്കളും അല്പസമയം ആ വായികൾ തുറന്നുകൊണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ രക്തത്തിൽ മറച്ചാട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, ദൈവമക്കളെ എല്ലാവരും യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകൽക്കാലം പൊതിയപ്പെടട്ടെ. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമൻ. ഇന്ന് നമ്മളിവിടെ വന്നത് ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. ആമൻ. ഇന്ന് പകൽക്കാലം ഒരു ആത്മാവിന്റെ നിറവിൽ വേണം ഇവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ. ഒത്തിരി നിരാശകളുണ്ട്, ഒത്തിരി വ്യാകുലതകളുണ്ട്, ഒത്തിരി സങ്കടങ്ങളുണ്ട്. ആമൻ. ഒത്തിരി ഭാരങ്ങളുമായിട്ടാണ് ആമൻ ഇതിന്റെ അകത്ത് കടന്നു വന്നിരിക്കുന്നത്. പക്ഷെ നിന്റെ ഭാരമെല്ലാം അവന്റെ സന്നദ്ധിയിൽ ഇറക്കി വെക്കുവാനിടയായി തീരട്ടെ. നിന്റെ ഭാരമെല്ലാം അവന്റെ കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുവാനിടയായി തീരട്ടെ. അല്പസമയം നമ്മുടെ കരങ്ങളടിച്ച് ദൈവത്തിന് നമുക്ക് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. എന്റെ കാലുകൾക്ക് അങ്ങ് തന്ന ബലത്തിനായി സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ.
എന്റെ കാലുകൾക്ക് ദൈവം തന്ന ബലത്തിനായി സ്തോത്രം പറഞ്ഞാട്ട്, എന്റെ കൈകൾക്ക് ദൈവം തന്ന ബലത്തിനായി സ്തോത്രം പറഞ്ഞാട്ട്, എന്റെ കണ്ണുകൾക്ക് ദൈവം നൽകിയ കാഴ്ചയ്ക്കായി സ്തോത്രം പറഞ്ഞാട്ട്, എന്റെ കാതുകൾക്ക് ദൈവം തന്ന കേൾവി ശക്തിക്കായി സ്തോത്രം പറഞ്ഞാട്ട്, ഇന്ന് പകൽക്കാല യാതൊരു കേടുപാടുകളും കൂടാതെ വന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ കൂട്ടിവരുത്തിയത് ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നും നമുക്ക് ദൈവസന്നദ്ധിയിൽ പറയുവാനില്ല. നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ പാട്ടിന്റെ ചില വരികൾ പാടി ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. Glory, glory. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. അമനോഹരം യാഹോവയുടെ ആലയം, എന്തൊരാനന്ദം അവ പ്രകടങ്ങളിൽ. അമനോഹരം യാഹോവയുടെ ആലയം, എന്തൊരാനന്ദം അവ പ്രകടങ്ങളിൽ. ദൈവമേ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടാം. ദൈവമേ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഒരു സന്ദേഹം നിന്റെ അകപീഠങ്ങൾ ഇവൾ ഭക്ഷിക്കും ചെറുകുരുവിരികൾ. ഒരു സങ്കേതം നിന്റെ അകപീഠം രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിരുന്നു. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിരുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിക്കും നിത്യം നിന്റെ ആലയം, ഞങ്ങൾ ശക്തരാം നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിക്കും നിത്യം നിന്റെ ആലയം, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. മണ്ണുതൊഴിയും കഴുമരമെല്ലാം കാറ്റും അനുഗ്രഹമായി. മണ്ണുവീരും കഴുമരമെല്ലാം കാറ്റും അനുഗ്രഹമായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. അമനോഹരം യാഹോവയുടെ ആലയം, എന്തൊരാനന്ദം അവ പ്രകടങ്ങളിൽ.
ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ വീഴാതെ കാക്കുന്ന കഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ വീഴാതെ കാക്കുന്ന കഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ കഠിന ശോധന പർവ്വതങ്ങൾ ജീവിത സാഗരെ പോരാട്ടങ്ങൾ കഠിന ശോധന പർവ്വതങ്ങൾ ജീവിത സാഗരെ പോരാട്ടങ്ങൾ മന്ദിരമാനവും അലടിച്ചിടുന്നു മാറാത്തനാഥനെ സ്തുതിച്ചിടുന്നേ മന്ദിരമാനവും അലടിച്ചിടുന്നു മാറാത്തനാഥനെ സ്തുതിച്ചിടുന്നേ ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ വീഴാതെ കാക്കുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ വീഴാതെ കാക്കുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ കൽവരി ക്രൂശിൽ എന്റെ പേരാ കൽവരി ക്രൂശിൽ എന്റെ പേരാ കൈകാലനാടിക്കായി വിളിച്ചോണേ കണ്ണൽ നിറയുന്ന ഉള്ളം തുടിക്കുന്ന എന്നെ വീണ്ടറിയാ കണ്ണൽ നിറയുന്ന ഉള്ളം തുടിക്കുന്ന എന്നെ വീണ്ടറിയാ ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ വീഴാതെ കാക്കുന്ന തടതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ വീഴാതെ കാക്കുന്ന തടതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ മനുഷ്യരിൽ ഞാൻ അസഹ്യം വെക്കില്ല ധനത്തിലൻ മനം ചയുകില്ല മനുഷ്യരിൽ ഞാൻ അസഹ്യം വെക്കില്ല ധനത്തിലൻ മനം ചയുകില്ല കഥയുടെ ശബ്ദം ഞാൻ വിട്ടിടാൻ നേരമായി പ്രിയൻ വന്നിടാ കഥയുടെ ശബ്ദം ഞാൻ വിട്ടിടാൻ നേരമായി പ്രിയൻ വന്നിടാ ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ വീഴാതെ കാക്കുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ വീഴാതെ കാക്കുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമേ വീഴാതെ കാക്കുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സാന്നിധ്യം
ആ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ക്ഷീണിച്ചു വന്നവരെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിറയ്ക്കുകയാണ്, ബലപ്പെടുത്തുകയാണ്. ഒഴിഞ്ഞു വന്ന പാത്രങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നിറച്ച് ഇന്ന് പകൽക്കാലം പറഞ്ഞയക്കുവാൻ ആഗ്രഹിക്കുന്നു. ചില രോഗത്തിന്റെ ശക്തികൾ, ചില പൈശാചിക ബന്ധനങ്ങൾ, ചില പാരമ്പര്യ ശക്തികൾ, നിന്റെ ഭവനത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ചില അന്യാരാധനയുടെ കോട്ടകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം തകരുന്നത്. ആത്മാവിൽ ദർശിക്കുന്ന ദൈവമക്കൾ, ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിന് ഒരു നിമിഷം കൂടെ സ്തോത്രം ചെയ്യട്ടെ. കുടുംബത്തിനെതിരെയും ആമേ തലമുറയ്ക്കെതിരെ, നമ്മുടെ ആത്മീക മുന്നേറ്റത്തിനെതിരെ, നമ്മുടെ ആത്മീക കാഴ്ചപ്പാടുകൾക്കെതിരെ ആമേ ശത്രു കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളെയും ആമൻ ദൈവജനത്തിന്റെ ആരാധനയുടെ നടുവിൽ ആമനൊരു മൺകുട മുടയുന്നത് പോലെ ആമൻ തകർന്നു മാറുന്നത് ആത്മാവിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് മഹത്വം കൊടുക്ക. അവൻ നമുക്ക് വേണ്ടി ചില വഴികൾ ദൈവം തുറക്കുന്നത് കാണൂ. ദൈവം നമുക്ക് വേണ്ടി ചിലത് ഒരുക്കുന്നത് ആത്മാവിൽ വിശ്വാസത്താൽ കാണുന്ന ദൈവമക്കൾ കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ഒരു പകർച്ച ഈ ആരാധനയുടെ നടുവിൽ പിടിച്ചൊടുക്കുവാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിന്റെ നദി ഇന്ന് പകൽക്കാലം തുറന്നു വിട്ടിരിക്കുന്നത് അവനിലേക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് കോരി കുടിക്കുവാൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് ചില വ്യക്തിപരമായി ദൈവാത്മാവ് തൊടുകയാണ്. കലകിയ ഹൃദയത്തോടാണ്, അവൻ നിറഞ്ഞ കണ്ണുകളുമായിട്ടാണ് ഇന്ന് മുതൽക്കാലം ഇതിന്റെ ഉള്ളിൽ കടന്നു വന്നത്. ചില വിഷയത്തിന് വേണ്ടി അവൻ ഒരുപാട് നാളുകളായി പ്രാർത്ഥിച്ചിട്ട് അതിന് പരിഹാരം വരാതെ, മറുപടി ലഭിക്കാതെ നിരാശപ്പെട്ടുകൊണ്ട് ഇതിന്റെ നടുവിലിരിക്കുന്ന പ്രിയ ദൈവ വൈതലേ, നിന്നെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. അതിപ്പോൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. ഉടമന റിഗമന ശങ്കരാധന. അല്പസമയം ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്തൊക്കെയാണ് നമ്മുടെ നടുവിൽ ചെയ്യുന്നത് എന്ന് നമുക്കാർക്കും പ്രഡിക്റ്റ് കഴിയത്തില്ല, നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ അവൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മെ പടയുവാനിടയായി തീരും. അവൻ തകർന്നു കിടക്കുന്ന, അവൻ ഇടിഞ്ഞു കിടക്കുന്ന ചിലതിനെ പടയുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാവരും സ്വോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ട്, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് ചില രോഗങ്ങൾ ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ നിന്ന് രോഗാത്മാവ് അഴിഞ്ഞു മാറുകയാ. ചില പാരമ്പര്യ ശക്തികൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുകയാ. നാളുകളായി നിന്നെ രോഗിയാക്കി നിന്നെ ഒരു കിടക്കിയിൽ ഒതുക്കാൻ വേണ്ടി ശത്രു ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ ഇന്ന് പകൽക്കാലം തീയങ്കൽ മെഴുകുരുകുന്നത് പോലെ, തീയങ്കൽ മെഴുകുരുകുന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഇടപെടൽ വിഷയത്തിന്റെ മേൽ സംഭവിക്കുന്ന പകലാണ്. അവൻ അന്യഭാഷകൾ ദൈവത്തിന് മഹത്വം കൊടുക്ക്. അവൻ കരകളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ. വാതുറന്ന ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് പകൽക്കാല ചില വിടുതലുകൾ ആത്മാവിൽ ദർശിക്കുന്ന ദൈവമക്കൾ കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിലുണ്ട്. അവനൊരു മനുഷ്യന്റെ വാക്കുകളല്ല, അവൻ ദൈവത്തിന്റെ ഇടപെടലുകൾ. അവൻ നിന്നെ ഇന്ന് പകൽക്കാലം തൊടുന്ന പകലാണ്.
അങ്ങനെ ഒരു തല മുതൽ മറുതല വരെ ആ ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കട്ടെ. അവൻ ചിലതിനെ പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവൻ ഇടിഞ്ഞു കിടക്കുന്ന ചില വ്യക്തികളെ ദൈവം പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തിൽ അവൻ തകർന്നു കിടക്കുന്ന, ഇടിഞ്ഞു കിടക്കുന്ന ചില മണ്ഡലത്തിൽ പണി ആരംഭിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഇനിയും മറുപടി ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദരി, പ്രിയ സഹോദര, ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിർജീവമായി പോയ ചിലതിന് ചലനമുളവാക്കുന്ന ദൈവത്തിന്റെ ഇടപെടൽ. താഴ്വരയുടെ നടുവിൽ ഒത്തിരി അസ്ഥികളുണ്ട്. അസ്ഥി നിറഞ്ഞിരിക്കുന്ന താഴ്വരയാണ്. എന്നാൽ അത് ഏറ്റവും ഉണങ്ങിയതാണ്, യാതൊരു പ്രതീക്ഷയുമില്ലാത്തതാണ്. പ്രവാചകനോട് പറയുന്നു, നീ പോയി പ്രവചിക്ക, നീ പോയി പ്രവചിക്ക, ഈ അസ്ഥികൾ ജീവിക്കുമോ? യഹോവേ നീ അറിയുന്നു, യഹോവേ നീ അറിയുന്നു. അസ്ഥികളെ കൊണ്ട് നിറഞ്ഞ താഴ്വരയിൽ ദൈവം ഒരു കാറ്റടിപ്പിക്കുകയാണ്. അവൻ അസ്ഥിയോട് വന്നു ചേർന്നു. അവൻ തൊക്കും മാംസമൊക്കെ പിടിപ്പിച്ചു. അവൻ തകർന്നു കിടക്കുന്ന അസ്ഥി, അവൻ കഷ്ടങ്ങൾ, അവനൊരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. തകർന്ന മണ്ഡലങ്ങളിൽ നിന്റെ കുടുംബം ഇനി ഉയരത്തില്ലെന്ന് പറഞ്ഞ അവൻ ദേശത്ത് ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ നിന്റെ തലയുയർത്തുന്നൊരു ദൈവം, അവൻ നിന്നെ മാനിക്കുന്നൊരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ദൈവം തന്റെ വചനമായി അച്ചമിട്ട് വെക്കുന്ന ദൈവമാണ്. ഈ ആരാധന കൊണ്ട് എന്താണ് നടക്കുന്നതെന്ന് ചിന്തിച്ചിരിക്കരുത്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവവിതരെ അവൻ ശത്രു ഇരുട്ടത്ത് നിനക്കെതിരെ ഒരുക്കുന്ന പദ്ധതികൾ പൊളിയുന്നതാണ് ഒരു ദൈവവിതന്റെ ആരാധന എന്ന് പറയുന്നു. ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്കെതിരെ അവൻ കൊണ്ടുവരുന്ന കുരുക്കുകളെ അഴിക്കുന്നതാണ് ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നു. അവൻ ആത്മീയ നന്മകളെ അവൻ പ്രാപിക്കാതിരിക്കാൻ വേണ്ടി അവൻ ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന തടസ്സങ്ങളെ നീക്കുന്നതാണ് ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ചലിക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളാണ് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഒരു ഉടഞ്ഞ ഹൃദയത്തോടെ, ഒരു തകർന്ന മനസ്സോടുകൂടി, നിറഞ്ഞ കണ്ണുകളുമായി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഈ സമയത്ത് വായിക്കപ്പെട്ട സങ്കീർത്തന ഭാഗത്തെയും തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോൺസൺ ബ്രദർ ചുരുക്കമായി പ്രാർത്ഥിക്കും. Praise the Lord. Hallelujah. എല്ലാവരെയും കടന്നു വരാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്നവരെ അവിടുന്ന് സഹായിക്കുമാറാകും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ സ്വസ്ഥാനങ്ങളിലിരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ തിരുനാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ ഞായറാഴ്ചയുടെ പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ചില പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല.
ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ നിമിത്തം ഭവനങ്ങളിൽ വിശ്രമിക്കുന്നു. ദൈവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെയും നന്ദിയെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ സന്തോഷാനെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇങ്ങനെ ഒരുമിച്ചായിരിക്കാൻ ദൈവം നമുക്കെല്ലാവർക്കും നൽകി തരുന്ന എല്ലാ സാവകാശങ്ങൾക്കും ദൈവത്തിന് നാം നന്ദിയുള്ളവരും ദൈവത്തിന് നാം കടപ്പെട്ടവരുമാണ്. ആകയാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന നടക്കുവാനും അതുപോലെ ഈ മാസത്തെ നമ്മുടെ സെൻട്രൽ തലത്തിലുള്ള മാസയോഗം പെരിന്തൽമണ്ണ സഭയുടെ ആഭിമുഖ്യത്തിൽ ഇന്നലെ അവിടെ വെച്ച് നടക്കുവാനും ഇടയായി തീർന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിലും ഇങ്ങനെയുള്ള കൂടിവരവുകളിൽ നമുക്ക് പോകുവാനും സംബന്ധിക്കുവാനും ഒക്കെ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ സെൻട്രൽ തലത്തിലുള്ള സൺഡേ സ്കൂളിന്റെ താലന്ത് പരിശോധനയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കടന്നു പോകുവാനും അവർക്ക് ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനിടയായി തീർന്നു. ഇന്നലെയാണത് മാസയോഗത്തിൽ വെച്ച് വിതരണം ചെയ്തത്. കുട്ടികളാരും വരാഞ്ഞതുകൊണ്ട് ഞങ്ങൾ തന്നെ അത് കൈപ്പറ്റുവാനിടയായി തീർന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷകരമാകുന്ന സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാനും നല്ല പ്ലേറ്റുകളൊക്കെയാണ് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അതിനകത്ത് രുചികരമാകുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അടുത്ത വരുന്ന ഓരോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉത്സാഹിതരായിട്ട് തീരണമെന്ന് ഓർപ്പിക്കുന്നു. ഈ പ്രാവശ്യം സൺഡേ സ്കൂളിന്റെ മൊത്തത്തിലുള്ള മാർക്ക് കൂട്ടുകയോ ഇന്ന സഭയ്ക്കാണ് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളത് പറഞ്ഞില്ല. എങ്കിലും ഞാന് ആ ലിസ്റ്റുകളൊക്കെ എടുത്തൊന്ന് കണക്ക് കൂട്ടിയപ്പോൾ നമ്മുടെ സഭയ്ക്ക് 2ാം സ്ഥാനമുണ്ടെന്നാണ് എന്റെ കണക്കുകൂട്ടലിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ അവരെ പഠിപ്പിക്കുവാൻ മനസ്സ് കാണിക്കുന്ന പ്രിയ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉത്സാഹിതരായിട്ട് ദൈവദാസനോടും ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളോടും ഒക്കെ കാണിക്കുന്ന പേരൻസിന്റെ സഹകരണത്തെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കഴിഞ്ഞ ഒരാഴ്ച കാലം നമുക്ക് അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കുവാനും ദൈവമക്കളുടെ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വളരെ അനുഗ്രഹമായിരുന്നു. വരാമായിരുന്ന അപകടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം ഞങ്ങളെയും പരിപാലിക്കുവാനും സൂക്ഷിക്കുവാനും ഇടയായി തീർന്നു. എല്ലാ ദൈവമക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇത്തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ സങ്കീർത്തനം 119 സങ്കീർത്തനം 4ാമത്തെ ആഴ്ചയാണ് നാം വായിക്കുന്നത്. ഏകദേശം 24ഓളം വാക്യങ്ങളാണ് നാം ഓരോ ആഴ്ചകളിലും വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളില് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ 176 വാക്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിലുള്ളത്. അതുകൊണ്ട് ഒരു ഒറ്റയാഴ്ച തന്നെ വാക്യപ്രതിവാക്യമായി നമുക്ക് വായിച്ച് തീർക്കുവാനും ആ നിലകളിൽ കാര്യങ്ങൾ കൊണ്ടുപോകുവാനും കഴിയത്തില്ല. അതുകൊണ്ടാണ് പാർട്ട് പാർട്ടായി തിരിച്ച് ഇത് വായിക്കുന്നത്. നമ്മൾ ഈ പ്രാവശ്യം 73ാമത്തെ വാക്യം മുതലാണ് വായിക്കുവാനിടയായി തീർന്നത്. ആ 73ാമത്തെ വാക്യം തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. അതിലൂടെയുള്ള ചില ചിന്തകളാണ് ഇന്ന് പകൽക്കാലം ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 73ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. സ്തോത്രം. നോക്കിയേ, പരിശുദ്ധാത്മാവ് സങ്കീർത്തനക്കാരനിലൂടെ പറയുകയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചെന്തിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. അടുത്ത് പറയുകയാണ്, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമെന്ന്. ഞാൻ ഈ ഭാഗം ഇങ്ങനെ വായിച്ച് അല്പസമയം നിങ്ങളുമായിട്ട് ഈ ഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കണമെന്ന്
എന്റെ ഹൃദയത്തിലുള്ള അതിയായ ആഗ്രഹം വേദപുസ്തകത്തിന്റെ മറ്റിടങ്ങളിലേക്ക് എന്റെ ചിന്ത പോകുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്? തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. സ്തോത്രം. നിന്റെ കൽപ്പനകൾ പഠിപ്പാൻ എനിക്ക്, ആ ഭാഗത്തിലൂടെയൊക്കെ ഒത്തിരി ചിന്തകൾ അടങ്ങിയിരിക്കുക. നിന്റെ കൽപ്പനകൾ പഠിപ്പാൻ എനിക്ക് എന്ത് ചെയ്യണം? അപ്പൊ കൽപ്പന പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്തോത്രം. അവ ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ പ്രമാണങ്ങളും നമുക്ക് പഠിക്കണമെങ്കിലും പ്രമാണിക്കണമെങ്കിലും അതനുസരിക്കണമെങ്കിലും ഒരു ബുദ്ധി നമുക്ക് ആവശ്യമാണെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അവൻ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം ഭൂമിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ലോകം എന്താ പറയുന്നത്? ലോകം പറയുന്നത് അവൻ ആരാണ്? ഒരു ഭോഷനാണ്, അവനൊരു മണ്ടനാണ്, അവനൊരു ബുദ്ധിയില്ലാത്തവനാണെന്ന് ലോകം നമ്മളെ നോക്കി എന്ത് ചെയ്യാണ്? പരിഹസിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ വലിയ ഡിഗ്രിക്കാരൊന്നും അല്ല. ഡബിൾ MAയോ ഡിഗ്രിയോ, ചിലപ്പോ 10ാം ക്ലാസ് തോറ്റതായിരിക്കും, ചിലപ്പോ ജയിച്ചതായിരിക്കും, മോഡറേഷനൊക്കെ വാങ്ങി 3 ഡിഗ്രി അന്നത്തെ കാലത്ത് പഠിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചവരായിരിക്കാം. അതൊന്നുമല്ല ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത്. എന്റെ തിരുവചനത്തെയും എന്റെ പ്രമാണത്തെയും പ്രമാണിക്കാൻ ആര് തയ്യാറെടുക്കുന്നുവോ സ്വർഗത്തിൽ അവന്റെ പേരെന്താണെന്നറിയാമോ? നീ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാൻ എന്നാണ്. സ്തോത്രം. അപ്പൊ നോക്കിയേ, ഇവിടെ പറയുകയാണ്, നിന്റെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് എന്ത് തരണമേ? ബുദ്ധി നൽകി തരണമേ. സ്തോത്രം. അപ്പൊ നിങ്ങള് ദൈവത്തിന്റെ കൽപ്പനകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടോ ഉപദേശിച്ചിട്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ അവർക്ക് അതിനൊന്നും മനസ്സ് വരുന്നില്ല, അവരതിനൊന്നും തയ്യാറാകുന്നില്ല എങ്കിൽ ഓർത്താൽ മതി, എന്ത് ചെയ്യുന്നില്ല? ദൈവം പറയുന്ന ആ ബുദ്ധി അവർക്ക് ഇതുവരെയും എന്ത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി നോക്കി, തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. എത്രയോ അർത്ഥവത്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. വലിയ മൂല്യമുള്ള ഒന്നാണ്. കാരണം ലോകത്തിലുള്ള സകലതും ആരുടെ സൃഷ്ടിയാണ്? ദൈവത്തിന്റെ സൃഷ്ടിയാണ്. പക്ഷെ ദൈവത്തിന്റെ കരങ്ങളിലൂടെ മെനയപ്പെട്ട സൃഷ്ടികളിൽ ഒന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ലോകത്തിൽ കാണുന്ന മനോഹരമായിട്ടുള്ള നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ സൗന്ദര്യമുള്ളതും ഇമ്പമുള്ളതുമായിരിക്കുന്ന ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മനുഷ്യന്റെ കണ്ടുപിടുത്തവും ദൈവം മനുഷ്യന് കൊടുത്ത ബുദ്ധിയുമാണ്. എന്നാൽ തിരുവചനം പറയുകയാണ്, നിന്റെ തൃക്കൈകളാണ് എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകമാണ് ആരംഭമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ആരംഭങ്ങളുടെ ആരംഭമായിട്ട് ചേർത്തിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഈ ലോകത്തിൽ സകലത്തെയും സൃഷ്ടിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം എന്ത് ചെയ്തു? കൽപ്പിച്ചു. എടുത്താട്ടെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 3-ാമത്തെ വാക്യം നോക്കി. യഹോവയാകുന്ന ദൈവം അന്ന് വരെ ഇവിടെ എന്തില്ല? വെളിച്ചമില്ല. വെളിച്ചമില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഇരുളായിരിക്കും. ഇരുട്ടിനെ കീഴടക്കാൻ പറ്റിയത് ഒന്നെന്തേ ഉള്ളൂ? വെളിച്ചം മാത്രമേ ഉള്ളൂ.
എത്ര ഇരുട്ടാണെങ്കിലും ഒരു വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഈ ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. സ്വന്തം വെളിച്ചത്തിന്റെ മുൻപിൽ എന്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല? ഇരുട്ടിന് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. സ്വത്രം ഒരു മെഴുകുതിരിയുടെ വെട്ടമാണെങ്കിൽ പോലും ഇരുട്ടിന് അതിന്റെ മുൻപിൽ എന്ത് ചെയ്യാൻ കഴിയുകയില്ല, അവൻ നിലനിൽപ്പില്ല. അപ്പൊ ഈ ലോകം മുഴുവനും എന്തായിരുന്നു? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അല്ലേ? വായിച്ചാട്ടെ, 1:1 കുഞ്ഞുങ്ങളൊന്ന് വായിച്ചേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പണ്ടൊരു ബുദ്ധിമാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെ പറഞ്ഞ് ദൈവം ഇങ്ങനെ ചുമ്മാതിരുന്നപ്പം ദൈവത്തിന് അങ്ങ് ആദി കയറിയിട്ട് സൃഷ്ടിച്ചാണ്. അങ്ങനാണോ? അല്ല, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം ചെയ്തതാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമി എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. അതിനെ തന്റെ തൃക്കൈകൾ കൊണ്ടുണ്ടാക്കി എന്നാണ് പറഞ്ഞത്. സ്വത്രം സൃഷ്ടിച്ചു. ഇവിടെ പറയുന്നു, 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിൽ വെളിച്ചം ആവശ്യമായിരിക്കുന്നു എന്ന് ആര് കണ്ടു? ദൈവം കണ്ടു. മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല ഈ വെളിച്ചം. ആരുടെ കണ്ടുപിടുത്തമാണ്? ദൈവത്തിന്റെ കണ്ടുപിടുത്തം. എന്നാൽ ചിലർക്കൊരു തെറ്റായ ധാരണയുണ്ട്, ചെറിയൊരു ബൾബും ഒരു 0 ബൾബും ഒക്കെ, അല്ലെങ്കിൽ ഇച്ചിരി പ്രകാശമുള്ള ബൾബും ഒക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വത്രം ദൈവത്തിന് പ്രസാദമാകും. എന്നാൽ അങ്ങനല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാമായിരുന്നു ഈ വെളിച്ചവും എന്താണ് ഈ ഭൂമിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ് ദൈവം പറഞ്ഞത്. ഇല്ലാത്തതിനെ ദൈവം എന്ത് ചെയ്തു? ഒരു ആർട്ടിടെക്റ്റിന്റെ കഴിവെന്ന് പറയുന്നത് എന്താണ്? ഇല്ലാത്തതൊന്നും എന്ത് ചെയ്യുകയാണ്? സൃഷ്ടിച്ചെടുക്കുകയാണ്. നമ്മൾ പറയാണ്, എനിക്കൊരു വീട് വേണം, എനിക്കൊരു കട വേണം, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇത്ര പണമുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനകത്തൊതുങ്ങിയ ഒരു സംഭവം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നമ്മളൊരു ധാരണ കൊടുത്താൽ നമ്മൾ കാണാത്തൊരു ചിത്രം എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ വരച്ചു തരുവാനിടയായിട്ട് ഇല്ലാത്തൊന്നിനെ എന്ത് ചെയ്യുകയാണ്? തന്റെ ഭാവനയിലും തന്റെ കണക്ക് കൂട്ടലുകളിലൂടെ താൻ വരച്ചെടുത്തുണ്ടാക്കിയ ഒന്ന് നമുക്ക് എന്ത് ചെയ്യുകയാണ്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കപ്പാസിറ്റി കൊണ്ട്, നിങ്ങൾ പറഞ്ഞ സൗകര്യം അനുസരിച്ച് ഇതുപോലുള്ള ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണിയാൻ കഴിയും എന്ന് പറഞ്ഞ് ഇല്ലാത്ത ഒന്നിനെ എന്ത് ചെയ്യുക? അതുവരെ കാണാത്ത ഒന്നിനെ എന്ത് ചെയ്യുന്നു? വിളിച്ചു വരുത്തുന്നു ദൈവം. ഭൂമിയിലില്ലാത്ത ഒന്നിനെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം എന്ത് ചെയ്തു? കൽപ്പിച്ചു. ഞാൻ പറഞ്ഞതിന്റെ കാരണം, അപ്പൊ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ദൈവത്തിന്റെ കൈകളിൽ കൂടെയല്ല, ദൈവത്തിന്റെ വാക്കുകളിൽ കൂടെയാണ് എന്ത് ചെയ്തത്? ഇതൊക്കെ ഉണ്ടായത്. അടുത്ത 6-ാമത്തെ വാക്യം, നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് ഈ ഭാഗത്ത് ചില വാക്യങ്ങൾ വായിക്കണം. 6-ാമത്തെ വാക്യം, ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ. നോക്കിയേ, വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ. അത് വെള്ളത്തിനും തമ്മിൽ മതി. സ്തോത്രം. അപ്പൊ വിധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ആ വാക്കുകളുടെ ആധികാരികതയിൽ വിധാനം എന്ത് ചെയ്തു? ഉണ്ടായി. വിധാനം എന്താണ്? ആകാശം. സ്തോത്രം. കണ്ണെത്താ ദൂരത്തിൽ എത്ര അതിമനോഹരമായിട്ട് നിൽക്കുന്ന വിധാനത്തെ ദൈവം എന്ത് ചെയ്തു? തന്റെ വാക്കുകൾ കൊണ്ട് വിളിച്ചു വരുത്തുവാനിടയായിട്ട് ഇല്ലാത്ത ഒന്നിന്. ആകാശത്തിൽ കൂടെ ഇന്ന് ധാരാളം ആയിരക്കണക്കിന് വിമാനങ്ങൾ എന്ത് ചെയ്യുന്നത്? പറന്നു പോകുന്നു. നമ്മുടെ ചിന്ത ഈ റോഡിൽ കൂടെ വാഹനങ്ങളാണ് കൂടുതൽ പോകുന്നതെന്ന്. എന്നാൽ നൂറുകണക്കിന് ആളുകളെ കൊണ്ട് ആകാശത്തിലൂടെ വിമാനങ്ങൾ എന്ത് ചെയ്യാണ്? പറന്നു പോവുകയാണ്. വിമാന അപകടം വളരെ കുറവാണ്, അല്ലെ? പക്ഷെ ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്നത്.
ദിവസം തോറും ആളുകൾ എന്ത് ചെയ്യുന്നു? വാഹന അപകടങ്ങൾ ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു? മരണപ്പെടുന്നു. അപ്പൊ ആകാശത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് അളക്കുവാൻ കഴിയുകയില്ല. വിമാനത്തിന്റെ പറക്കുന്ന ട്രാക്കുകൾ നിരീക്ഷിക്കാനുള്ള ഒരു ആപ്പുണ്ട്. അത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അതിന് കുറെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അവര് നമ്മളെ നിരീക്ഷിക്കും. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 100 കണക്കിന് വിമാനങ്ങൾ, 1000കണക്കിന് വിമാനങ്ങൾ ഒരേ സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാ. സ്വതന്ത്രം. എപ്പോഴെങ്കിലും അബദ്ധവശാലുള്ള അപകടങ്ങളൊക്കെ ആകാശവിധാനത്തിൽ എന്ത് ചെയ്യാറുള്ളൂ? സംഭവിക്കാറുള്ളൂ. നിമിഷ നേരം കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് ഈ മൂലയിൽ നിന്ന് ലോകത്തിന്റെ അങ്ങേ മൂലയിൽ എത്തത്തക്കവണ്ണമുള്ള കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ നോക്കിയേ, യഹോവയാകുന്ന ദൈവം വിധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇനി 9ാമത്തെ വാക്യം. ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ. നോക്കിയേ, യഹോവയാകുന്ന ദൈവം ഈ ഭൂമി മൊത്തം എന്തുകൊണ്ട് നിറഞ്ഞിരുന്നു? വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പൊ ദൈവം പറയുകയാണ്, ഒരു ഭാഗത്തേക്ക് ഈ വെള്ളം എന്ത് ചെയ്യട്ടെ? കൂടട്ടെ എന്ന് പറഞ്ഞു. പണ്ടാരോ നമ്മുടെ ചെറിയൊരു ഐതിഹ്യം ഇങ്ങനെയാണ്. പരശുരാമൻ മഴ എറിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? സ്തോത്രം. അങ്ങനല്ല, ഇവിടെ പറയുകയാണ്, വെള്ളത്താൽ മൂടപ്പെട്ട ഈ വെള്ളം ഒരു ഭാഗത്തേക്ക് മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അതൊരു സ്ഥലത്തേക്ക് മാറുകയും മറുഭാഗത്ത് ഭൂമി രൂപപ്പെടുവാനും ഇടയായി തീർന്നു. ഭൂമി 1/3 ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലം 3 ഭാഗം എന്താണ്? വെള്ളത്താൽ ഇപ്പോഴും മൂടപ്പെട്ട് കിടക്കുക. നമ്മുടെ കോഴിക്കോടോ കൊച്ചിയിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരറ്റത്ത് നിന്ന് നോക്കിയാൽ അങ്ങേയറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, കാണാൻ കഴിയുകയില്ല. വളരെ മനോഹരമാകുന്ന തിരമാലകൾ കരക്കേട്ട് എന്ത് ചെയ്തിട്ടിരിക്കുക? അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ യഹോവയാകുന്ന ദൈവം ഈ ആർത്ത് ഇരച്ചു വരുന്ന തിരമാലകൾക്ക് ഒരു അതിരിട്ടു. എങ്ങനെ അതിരിട്ടത്? പഞ്ചസാര മണൽ കൊണ്ട്. മണല് നമുക്കറിയാം അല്ലെ? വെള്ളത്തിൽ അതെന്ത് ചെയ്യും? അങ്ങ് ലയിച്ചു പോകുന്നു. പക്ഷേ തമ്പുരാന്റെ പദ്ധതി എങ്ങനെ ആരെന്നറിയാമോ? ഈ കടലിന് ദൈവം അതിരിട്ടത് പഞ്ചസാര മണൽ കൊണ്ടാണ്. അതുകൊണ്ട് അതിനൊരു അതിര് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? നിശ്ചയിച്ചിട്ടുണ്ട്. അവിടം വരെ അതിന് വരാൻ പാടുള്ളൂ എന്ന് ദൈവം നിശ്ചയിച്ചു. ഭൂമി മനുഷ്യന് പാർക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്ത? കൊടുത്ത ഒന്നാണ്. ഈ ഗ്രഹമാകുന്ന ഭൂമി മനുഷ്യന് പാർക്കാൻ കൊടുത്ത ഒന്നാണ് ഭൂമി. സ്തോത്രം. അപ്പൊ നോക്കി വായിച്ചാട്ടെ 9. വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് കണ്ട 2 കൽപ്പനയാണ്. ഒന്ന്, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടട്ടെ. ഭൂമി കാണട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പൊ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകുകയാണ്. ദൈവം കൽപ്പിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുകയാണ്. ഇല്ലാത്തതിനെ ദൈവം എന്ത് ചെയ്യുകയാണ്? ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയാണ്. ഇതാണ് ദൈവത്തിന്റെ പരിപാടി. ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ചിലതിനെ ഉള്ളതിനെ പോലെ ആത്മാവിൽ കണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലത് നമുക്ക് കാണുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറക്കും. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ കഴിയുന്നില്ല. അങ്ങനൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം? അങ്ങനെ ആയതുകൊണ്ട് ഇല്ലാത്ത ഒന്നിനെ ആഴമേറിയ വിശ്വാസത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നില്ല. എന്താണ് വിശ്വാസത്താൽ കാണേണ്ടത്? ആത്മീകമായിട്ട് എന്നെ ദൈവം ഉണർത്തുമെന്ന വിശ്വാസത്താൽ കാണ്. ദൈവം എന്നെ അന്യഭാഷകളാൽ നിറയ്ക്കുമെന്ന് വിശ്വാസത്താൽ കാണ്. ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആത്മാവിലെ സത്യത്തില് എനിക്ക് ആരാധിക്കാൻ കഴിയുമെന്ന് വിശ്വാസത്താൽ കാണ്. എന്റെ ഈ ആത്മീക അവസ്ഥയ്ക്ക് ദൈവം ഒരു മാറ്റം വരുത്തുമെന്ന് വിശ്വാസത്താൽ എത്ര പ്രിയപ്പെട്ടവർ കാണുന്നു. ഇത് ഞാൻ ആത്മീക വശമാണ് പറയുന്നത്. എന്നാൽ ഭൗതിക വശം പറയാം.
ഇന്ന് നിനക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത, ഇന്ന് നിനക്ക് കാണാൻ പറ്റാത്ത ചിലതൊക്കെ സാഹചര്യങ്ങൾ അവനെ നിന്നെ അടക്കി വെച്ചിരിക്കുകയായിരിക്കാം. എന്നാൽ നിന്റെ ഭൗതിക മണ്ഡലങ്ങളിലും ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. സ്വത്രം. ആമേ, കുഞ്ഞുങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ആമ, നിങ്ങൾക്ക് നല്ല വസ്ത്രമില്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ദൈവത്തോട് പറയണോ, ദൈവമേ അങ്ങനെക്ക് വേണ്ടി ചെയ്തു തരണോ. ഞാൻ അങ്ങയുടെ മകളാണ്, ഞാൻ അങ്ങയുടെ മകനാണ്. പലപ്പോഴും നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന്റെ കാരണം, നിങ്ങൾ കരയുമ്പോൾ, നിങ്ങൾ വാശി പിടിക്കുമ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യാണ്? അത് നിവർത്തിച്ചു തരികയാണ്. ദൈവത്തിൽ ആശ്രയിപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് ദൈവം എനിക്ക് നൽകിത്തരാൻ വിശ്വസ്തനാണെന്ന് അവർ കാണുന്നത്. വിവാഹം കഴിഞ്ഞ് തലമുറയില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്താൽ കാണണം, എനിക്ക് ദൈവ തലമുറ നൽകിത്തരുന്ന ദൈവമാണ്. വിവാഹപ്രായമായ മക്കളുള്ള മാതാപിതാക്കൾ നിങ്ങൾ വിശ്വാസത്താൽ കാണണം, എന്റെ മകന് വേണ്ടി, എന്റെ മകൾക്ക് വേണ്ടി തക്കതായ തുണകളെ ദൈവം ഒരുക്കുമെന്ന് കാണണം. എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ദൈവം കൊടുക്കും, വിശ്വാസത്താൽ കാണണം. എന്റെ തലമുറയ്ക്ക് നല്ല ജോലി ദൈവം കൊടുക്കും. എന്റെ തലമുറയ്ക്ക് നല്ല വരുമാനം ദൈവം കൊടുക്കും. എനിക്ക് നല്ല വീട് ദൈവം തരൂ, എനിക്ക് നല്ല വാഹനം ദൈവം തരൂ. സ്തോത്രം എന്ന് പറഞ്ഞ ഇല്ലാത്തത് വിശ്വാസത്താൽ കണ്ട് ദൈവ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. പലപ്പോഴും ഇല്ലാത്തതിനെ നോക്കി നിരാശപ്പെടുകയല്ലേ, പലപ്പോഴും ഇല്ലാത്തതിനെ നോക്കി പരാതി പറയുകയല്ലേ. ഇന്ന് പകൽക്കാലം അപ്പുറപ്പുറപ്പ് പരാതി, ഇല്ലായ്മ ദൈവസന്നിധാനത്തിൽ അവസാനിപ്പിച്ച് ദൈവസന്നിധിയിൽ കർത്താവേ എനിക്ക് അങ്ങ് നൽകി തരാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഭൂമി കാണട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. 14-ാമത്തെ വാക്യം. പകലും രാവും തമ്മിൽ വേർപിരിയാൻ, പകലിനെയും രാവിനെയും തമ്മിൽ ദൈവം എന്ത് ചെയ്തു? വേർതിരിച്ചു. അടുത്തത്, ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം എന്ത് ചെയ്തു? കൽപ്പിച്ചു. വെളിച്ചമല്ല, വെളിച്ചമുണ്ട്. ആകാശത്ത് വെളിച്ചങ്ങളുണ്ടോ? ഉണ്ടല്ലേ. സ്വത്രം. ഒരിക്കൽ അബ്രഹാമിനോട് യഹോവയാന്ന് ദൈവം പറഞ്ഞു. എന്താ പറഞ്ഞേ? അബ്രഹാമേ, നീ കൂടാരത്തിന് വെളിയിലേക്ക് വാ. അബ്രഹാം ചോദിച്ച 1-2 ചോദ്യത്തിനുള്ള മറുപടിയാണ്. എനിക്ക് നിന്നെ പിൻപറ്റിക്കഴിഞ്ഞാൽ, നിന്റെ കൂടെ നടന്നാൽ എനിക്ക് എന്താണ് പ്രയോജനം? സ്വത്രം. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുക. നക്ഷത്രങ്ങളെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുമെങ്കിൽ അതിനെ നീ ഒന്ന് എണ്ണുക. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ടോ? സ്വത്രം. നമ്മുടെ വീടുകളിലും ചില നക്ഷത്രങ്ങളുണ്ട്. അത് കാണുന്നത് ഒരു 2 മാസം കൂടി കഴിയുമ്പോ കാണാം. ഡിസംബർ മാസം തുടങ്ങുമ്പോ എന്ത് ചെയ്യും? അത് നമ്മുടെ വീടുകളുടെ മൂലയിൽ എന്ത് ചെയ്യും? കത്തി നിൽക്കുന്നതാണ്. പക്ഷെ ആ നക്ഷത്രത്തിന്റെ പ്രത്യേകത, അതെവിടെ തൂക്കിയിട്ടോ അവിടെ നിൽക്കും. സ്വത്രം. എന്നാൽ അവർ കണ്ട നക്ഷത്രം അത് ചലിക്കുന്ന നക്ഷത്രമായിരുന്നു. അവർക്ക് വഴികാട്ടിയായിട്ടുള്ള നക്ഷത്രമാണ് വേദപുസ്തകത്തിലെ നക്ഷത്രം. ഇങ്ങനെയുള്ള ഈ നക്ഷത്രങ്ങൾ എവിടെയുണ്ട്? ചലിക്കുന്ന നക്ഷത്രം ആകാശവിധാനത്തുണ്ട്. അത് വെളിച്ചങ്ങൾ തരുന്നുണ്ട്. ഒരു നക്ഷത്രത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത് ഈ ഭൂമിയേക്കാൾ എത്ര ഇരട്ടിയുണ്ട്? 8 ഇരട്ടി വലുപ്പമുണ്ട്. ഒരു നക്ഷത്രത്തിന് നമ്മുടെ ഭൂമിയേക്കാൾ എത്ര ഇരട്ടി വലുപ്പമുണ്ട്? 8 ഇരട്ടി വലുപ്പം. അതിന് ഭാഷ ഭൂമി ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ ഭൂമിയുടെ 8 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇങ്ങനെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ എവിടെയുണ്ട്?
ആകാശത്തുണ്ട്. കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരവേ അതെന്തിരിക്കുകയാണ്? അതിന്റെ ഭ്രമണപഥത്തിൽ അത് സഞ്ചരിക്കുന്നുണ്ട്, അത് ചലിക്കുന്നുണ്ട്. ഒരെണ്ണം താഴെ വീണാൽ അത് ചെറിയ അപകടമല്ല, വലിയ ദുരന്തങ്ങൾ തന്നെ ഭൂമിയിൽ ഉണ്ടാകും. പക്ഷെ ഇങ്ങനെയുള്ള നൂറുകണക്കിന് നക്ഷത്രങ്ങളെ ആകാശത്ത് ബാലൻസ് ചെയ്യുന്ന ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമെ സൗരയൂഥത്തെ കുറിച്ചൊക്കെ ആമെ പ്രിയ കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ ചെറുപ്പത്തിൽ എന്ത് ചെയ്തതാ? പഠിച്ചതാ. അതിനൊരു ഭ്രമണപഥമുണ്ട്, അതിലൂടെയാണ് അതെന്ത് ചെയ്യുന്നത്? സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ധാരാളം ഗ്രഹങ്ങളുണ്ട്. ആമെ സൂര്യനെ ദൈവം, ആമെ ശുക്രനെയും ചൊവ്വായെയും, ആമെ ബുധനെ, ഇങ്ങനെയുള്ള ആമെ സ്തോത്ര ഗ്രഹങ്ങളെയൊക്കെ ദൈവം അതിന്റെ പദത്തിൽ ആമൻ എന്ത് ചെയ്തിരിക്കുക? ക്രമീകരിച്ചു വെച്ചിരിക്കുക. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് എന്ത് ചെയ്താൽ മതി, അല്പം ഒന്ന് മാറിയാൽ ആമൻ മൊത്തം എന്ത് ചെയ്യും? താറുമാറാകും. ആമൻ നോക്കിയേ, ആമൻ സൂര്യനെ ദൈവം ആമൻ എത്ര ഡിഗ്രി ചരിച്ചാ വെച്ചിരിക്കുന്നേ? എത്ര തിമോത്തി? അത്രയും ഡിഗ്രിയിൽ എന്ത് ചെയ്തിരിക്കുക? ദൈവം ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുക. അത് താഴോട്ട് വന്നാൽ ആമൻ എന്ത് ചെയ്യും? ഈ ഭൂമിയും ഇവിടെ വസിക്കുന്ന ഒന്നും കാണത്തെ. അത് മേളിലോട്ട് അല്പം മാറിയാൽ എന്തായി മാറും? ഐസായി മാറും, അല്ലേ? സ്തോത്രം. ആമൻ ഇങ്ങനെയുള്ള ആമൻ സഞ്ചാരപഥത്തിൽ ദൈവം അതിനെ എന്തിരിക്കുക? ക്രമീകരിച്ചു വെച്ചിരിക്കുക. അതെന്ത് ചെയ്തോണ്ടിരിക്കുക? സൂര്യൻ ഇങ്ങനെ എന്ത് ചെയ്തോണ്ടിരിക്കുക? പതുക്കെ ചലിക്കുന്നുണ്ട്. ആമൻ അത് രാവിലെ എഴുന്നേൽക്കുമ്പോ നമുക്ക് എവിടെ കാണാൻ പറ്റുന്നേ? ആ ഭാഗത്ത് കിഴക്ക് കാണുന്നത് വൈകുന്നേരം 6 മണിയോ 6:30 ഒക്കെ ആകുമ്പോ അത് എവിടെ എത്തി? സ്തോത്രം. നോക്കിയ ഈ വലിയ ഗ്രഹത്തെ ദൈവം എന്ത് ചെയ്തിരിക്കുക? ചലിക്കുന്നുണ്ട്. പക്ഷേ അതതിന്റെ ഭ്രമണപഥത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചലിച്ചുകൊണ്ടിരിക്കുക. അതൊന്ന് ബാലൻസ് തെറ്റിയാൽ തീർന്നു. അപ്പൊ തമ്പുരാൻ ആമൻ നോക്കി ഇവിടെ പറയുകയാണ്, വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. 22-ാമത്തെ വാക്യം, 22. നിങ്ങൾ വർദ്ധിച്ചു പെരുകി. നോക്കിക്കേ, അടുത്ത ദൈവം ഇനി നോക്കണം. ഇതിനെയല്ല, ഇതുവരെ വായിച്ചതിനെയെല്ലാം ദൈവം എങ്ങനാ സൃഷ്ടിച്ചത്? ഉണ്ടാകട്ടെ, ആമെ കാണട്ടെ, കൂടട്ടെ എന്ന് ദൈവം കൽപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇനിയാണ് 22-ാമത്തെ വാക്യം വായിച്ചോ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി. നോക്കിയ മനുഷ്യനോട് ദൈവം പറയുകയാണ്, ഇങ്ങനെ അതിമനോഹരമായി സൃഷ്ടിച്ച ഭൂമിയിൽ മനുഷ്യന് വേണ്ട സകലതും ദൈവം എന്ത് ചെയ്തു? ഭൂമിയിൽ സൃഷ്ടിച്ചു. പ്രകാശവും വെള്ളവും ആമേ എന്ന് വേണ്ട സകലത്തെയും, ആമേ വെള്ളത്തിനടിയിൽ ആമേ വളരാനുള്ള മത്സ്യങ്ങളെയും കാട്ടിൽ വളരാനുള്ള മൃഗങ്ങളെയും ഇന്ന് നാം ഭൂമിയിൽ കാണുന്ന സകലത്തെയും ദൈവം എന്ത് ചെയ്തു? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാക്കുകളാൽ ഉളവായി വരികയും, എന്നാൽ ഇവിടെ 1-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 6-ാം ദിവസമായി. എത്രാമത്തെ ദിവസമായി? 6-ാം ദിവസം. 5 ദിവസങ്ങൾ കൊണ്ട് മനുഷ്യന് ആവശ്യമുള്ളതൊക്കെ ദൈവം എന്ത് ചെയ്തു? സ്തോത്രം. എന്നാൽ 6-ാം ദിവസമാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ആശുദ്ധനെ വായിച്ചാട്ട് 22. നിങ്ങൾ വർദ്ധിച്ചു പെരുകി. നോക്കിയ മനുഷ്യനോട് ദൈവം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? വർദ്ധിച്ച് പെരുകി. സമുദ്രത്തിലെ വെള്ളത്തിൻ നിറവിൽ, സമുദ്രത്തിന്റെ വെള്ളത്തിൻ നിറവിൽ പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യയായ വിശ്വസമായ 5-ാം ദിവസം അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നോക്കിയ ഇതെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞ ദൈവം ഈ ഭാഗമാണ്.
നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ എന്ത് ചെയ്യുക? സാദൃശ്യപ്രകാരം ഉണ്ടാക്കുക എന്ന് അടുത്ത വാക്യം സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. യഹോവയാകുന്ന ദൈവം അവൻ മനുഷ്യനെ തന്റെ സാദൃശ്യപ്രകാരം സ്വരൂപത്തിൽ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവം ഈ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സകലത്തിന്മേലും വാഴുവാൻ വേണ്ടിയാണ്. മനുഷ്യനെ ദൈവം എന്തിനു വേണ്ടിയാ സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ സൃഷ്ടിയുടെ മേൽ മുഴുവനും അധികാരം ആർക്ക് കൊടുത്തു? മനുഷ്യന് ദൈവം കൊടുത്തു. സ്തോത്രം. അവൻ അതിനെ അടക്കി വാഴാനുള്ള അധികാരത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ ഇന്ന് അങ്ങനാണോ? ആമേൻ. ഇവിടുത്തെ ആനയുടെ അടുത്ത് പോകാൻ പറ്റുമോ? കാട്ടിലെ കടുവയുടെ അടുക്ക ധൈര്യത്തോടെ പോകാൻ പറ്റുമോ? ആമൻ. ഇവിടുത്തെ ഒരു കാട്ടുമൃഗങ്ങളുടെ അടുക്കലും വീട്ടിൽ വളർത്തുന്ന കാടിയും പിണ്ണാക്കും കൊടുത്ത് വളർത്തുന്ന ആടിന്റെ അടുക്കൽ പോലും ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. അത് ഇടിക്കും നമ്മൾ. സ്തോത്രം. നോക്കി അങ്ങനെ യഹോവയാകുന്ന ദൈവം മനുഷ്യന് സകല അധികാരവും കൊടുത്താണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അപ്പൊ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ ആഗമന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? സകലത്തെയും അടക്കി വാഴുവാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ നോക്കി 27-ാമത്തെ വാക്യം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ബാക്കിയുള്ളതെല്ലാം ദൈവം കൽപ്പിച്ചു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ അങ്ങനെയാണ് ഉണ്ടാക്കിയേ? അല്ല. എങ്ങനെ ഉണ്ടാക്കിയേ? നിലത്തിലെ പൊടിയെടുത്ത് ആ പൊടി ദൈവത്തിന്റെ കരങ്ങളിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങി, ഒന്ന് രൂപഭാവം വരുത്തി. ഭാവമില്ലാത്ത, ഷെയ്പ്പില്ലാത്ത ഈ മൺപൊടിയെ ദൈവം ഒന്ന് ഷെയ്പ്പാക്കി. സ്തോത്രം. ഈ പൊടിയെ ദൈവം എന്ത് ചെയ്തു? ഒന്ന് ഷെയ്പ്പാക്കി. നമ്മളിവിടെ ഇത്രയും പേരുണ്ടെങ്കിൽ ഒരുപോലെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സ്തോത്രം. ലോകത്തിന്റെ കണക്കെന്ന് പറയുന്നത് ഒരാളെ പോലെ 7 പേര് ഉണ്ടാകും എന്നൊക്കെ പറയാം. എന്നാലും ചെറിയ വ്യത്യാസം. ടിൻസായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കണ്ടാൽ ഒരേപോലെ ആണെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ യഹോവയാകുന്ന ദൈവം ഈ മണ്ണിന് ഒരു രൂപം വരുത്തി, ഒന്ന് ഷെയ്പ്പ് മാറ്റി ദൈവത്തിന്റെ കരത്തിലൂടെയാണ് മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവം മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ഭൂമിയിൽ കാണുന്ന മറ്റുള്ളതിനെ നമ്മളിവിടെ വായിച്ചതുപോലെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കൽപ്പിക്കാതെ മനുഷ്യനെ ദൈവം എന്ത് ചെയ്ത് ഇങ്ങനെ തൃക്കൈകൾ കൊണ്ട് സൃഷ്ടിക്കുവാനിടയായിത്തണം? അതാണ് നമ്മുടെ ചിന്ത. സ്തോത്രം. അപ്പൊ നോക്കിയേ, ഇവിടെ പറയുകയാണ് ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ. നമ്മൾ പറയുന്നത് നമുക്ക് ഇത്രയും സൗന്ദര്യം പോരാ. സഹോദരന്മാരെക്കാൾ കൂടുതൽ സൗന്ദര്യത്തിന് വേണ്ടി ഓടുന്ന ആൾക്കാരാണ് ആരാ? സഹോദരിമാർ. അതുകൊണ്ട് ഇന്ന് ഇഷ്ടം പോലെ ബ്യൂട്ടി പാർലറുകൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഉണ്ടായിക്കൊണ്ടിരിക്കുക. ചുരുണ്ട മുടി ഒന്ന് നേരെ ആക്കണമെങ്കിൽ എത്ര കൊടുക്കണം? പോകുന്നവർക്കല്ലേ അറിയുള്ളൂ. സ്തോത്രം. 1 വർഷം അത് നീണ്ടു നിൽക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ കൊടുക്കണം. ഇനി ഒരു കല്യാണ ഫംഗ്ഷന് മാത്രമാണെങ്കിൽ 24 മണിക്കൂറേ ഉള്ളെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ. പിന്നിടുന്ന ബുട്ടിക്ക് സ്തോത്രം. നിങ്ങൾക്കൊന്നും അറിയത്തില്ലെന്നൊന്നല്ല. ഓരോരുത്തരൊക്കെ പോയിട്ട് ഇറങ്ങി വരുന്ന കാണും, കണ്ടാൽ ആളെ അറിയത്തില്ല. ഇനി കല്യാണ വേദിയിലുള്ള പിള്ളേരാണെങ്കിലും സ്തോത്രം. പണ്ടൊരാൾ എന്ത് ചെയ്തു? പോയി പെണ്ണ് കണ്ടു. പെണ്ണൊക്കെ കണ്ട് 2 പേർക്കും എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം സഹോദരൻ സഹോദരിയോട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? അപ്പം പുള്ളിക്കാരി പറഞ്ഞു,
എനിക്ക് നിങ്ങളുടെ ആ ചിരിക്കുമ്പോൾ ഉള്ള പല്ലിന്റെ നിറവും ആ നിങ്ങളുടെ മുഖത്ത് വരുന്ന ആ ചിരിക്കുമ്പോൾ ഉള്ള പല്ലിന്റെ ഐശ്വര്യമാണ് നിങ്ങൾ എന്ത് ചെയ്തത് എന്നെ കല്യാണം കഴിക്കാനും ഇഷ്ടപ്പെടാനും പ്രേരിപ്പിച്ചു. അപ്പൊ പുള്ളിക്കാരിയോട് ചോദിച്ചു, ആ പുള്ളിക്കാരി പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? എടീ, നിന്റെ ഈ പനങ്കൊല പോലെയുള്ള ഈ മുടി കണ്ടിട്ടാണ് ഞാൻ നിന്നെ എന്ത് ചെയ്തത് ഇഷ്ടപ്പെട്ടത്. അപ്പൊ പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ? ആ വെപ്പുവല്ല എന്ത് ചെയ്തു അങ്ങോട്ട് എടുത്തു. സ്വത്രം പല്ലിന്റെ സൗന്ദര്യം പോയോ? പല്ലില്ല. അപ്പൊ പുള്ളിക്കാരി എന്ത് ചെയ്തു? അങ്ങോട്ട് മാറി ആ വെപ്പ് പൊടിയും അങ്ങ് എടുത്തു. സ്വത്രം. അവൻ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ആമൻ. ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, പിള്ളേര് പ്രത്യേകം ഈ ലിപ്സ്റ്റിക്കും അതും ഇതുമൊക്കെ വല്ലാതെ വാരി തേച്ചേക്കരുത്. അതുകൊണ്ട് പല മാറാ രോഗങ്ങളും ഉണ്ടാകുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക അല്ലേ? സ്വത്രം. ക്യാൻസർ പോലെയുള്ള മാറാത്ത രോഗം, കിഡ്നി രോഗങ്ങളൊക്കെ ആമൻ ഇത് മുഖാന്തരം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ആമേ. അപ്പൊ നോക്കിയേ, ഇതിനൊന്നും ബന്ധുക്കൂസുകാരുടെ പൈസ വല്ലാതെ എന്ത് ചെയ്യരുത്, കളയരുത്. ആമൻ. ഇവിടെ പറയുകയാണ്, ദൈവം തന്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ എന്ത് ചെയ്തു? ഇങ്ങനെ സൃഷ്ടിച്ചു. അടുത്തത്, ദൈവം തന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ. സ്വത്രം. അപ്പൊ ദൈവത്തിന് പ്രത്യേക സ്വരൂപം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്റെ രൂപമല്ല ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരുടെ രൂപം. അപ്പൊ ദൈവത്തിന്റെ രൂപം ഇങ്ങനെയാണെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്വത്രം. ചില ഫോട്ടോയ്ക്കകത്ത് എങ്ങനെയായിരിക്കുന്നത്? നിസ്സഹായനായിട്ടിരിക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. ചിലതിനകത്ത് മുൾക്കിരീടം വെച്ച് ചോരയൊക്കെ ഒലിപ്പിച്ച് വേറെ രൂപത്തിൽ ഇരിക്കുന്ന കാണാം അല്ലേ? പല പല ഷേപ്പിലാണ് പലതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റും. എന്നാൽ ആമ ദൈവത്തെ കുറിച്ച് പറയുകയാണ്, ആമ സ്വർഗത്തിലും സ്വർഗത്തിലും അടങ്ങാത്തവനാണ് ദൈവം. നിങ്ങളുടെ ദൈവം എവിടെയെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ ഉണ്ടെന്ന് പറയണോ? അവൻ സ്വർഗത്തിലുണ്ടെന്ന് പറയണോ? എന്നാൽ ആ ദൈവത്തിന്റെ രൂപം എങ്ങനെയാണെന്നോ ആമൻ ഭാവം എങ്ങനെയാണെന്നോ നമുക്കാർക്കും വരച്ചു കാണിക്കാൻ പറ്റില്ല. സ്വത്രം. അദൃശ്യനാകുന്ന ദൈവത്തെ വിശ്വാസത്താൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരിക്കൽ പത്മോസിൽ വെച്ച് ആര് കണ്ടു? യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടു. യോഹന്നാൻ കണ്ട യേശു എങ്ങനായിരുന്നു? മാറത്ത് പൊൻകച്ച കെട്ടിയവനോ, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനോ, കാലുകൾ ഉലയിൽ ചുട്ട് പഠിപ്പിച്ചവനോ, തല വെളുത്ത പഞ്ഞി പോലെ ഹിമം പോലെ വെളുത്തിരിക്കുന്നു. കയ്യിൽ 7 നക്ഷത്രങ്ങൾ പിടിച്ചു നിൽക്കുന്ന തേജസ്കരിക്കപ്പെട്ട യേശുവിനെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടത്. സ്വത്രം. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ ആ മറുരൂപമലയിൽ കണ്ട യേശു അതുപോലെയല്ലായിരുന്നു, അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞതിന്റെ കാരണം ദൈവം നമ്മുടെ കണ്ണുകൾ കൊണ്ട് വരച്ചു കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ വചനത്തിലൂടെയോ അനുഭവങ്ങളിലൂടെയുമാണ് ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. സ്വത്രം. അപ്പൊ നോക്കി, ഇവിടെ പറയുകയാണ്, ദൈവം തന്റെ സ്വരൂപത്തിൽ എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിച്ചു. അടുത്തത്, അവരെ എങ്ങനെയാ സൃഷ്ടിച്ചത്? ആണും പെണ്ണുമായിട്ട്. പക്ഷെ അവിടെ ആരെ ഉള്ളായിരുന്നു? ആദമേ ഉള്ളായിരുന്നുള്ളൂ. ആദമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കർത്താവ് അല്ലെങ്കിൽ വചനം പറയുകയാണ്, ആണും പെണ്ണുമായിട്ടാണ് അവരെന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സൃഷ്ടിപ്പിലെ എന്തുണ്ടായിരുന്നു? ആദമിൽ ഹൗവ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഒന്ന് ദൈവം എന്ത് ചെയ്തു? ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തി. ആമേൻ. ആദമിൽ അടങ്ങിയിരുന്ന ഹവ്വായെ ദൈവം എന്ത് ചെയ്തു? ഒന്ന് അടർത്തിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ആദ്യത്തെ സർജൻ ആരാ? യഹോവയാകുന്ന ദൈവം. ഇപ്പോഴാണ് ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടുപിടിച്ചത്. അധികമൊന്നും ആയിട്ടില്ല, കുറഞ്ഞ വർഷങ്ങളെ ആയിട്ടുള്ള ലേസർ ട്രീറ്റ്മെന്റ്. ഒരു പ്രത്യേക ലൈറ്റ് അടുപ്പിച്ച് എന്ത് ചെയ്യുകയാണ്?
സർജറി ചെയ്യുകയാണ്. ഒരു തുള്ളി ചോര പോലും പൊടിയാതെ ഇന്നത്തെ സയൻസ് എന്ത് ചെയ്തു? വളർന്നു കഴിഞ്ഞു. പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് യഹോവയാകുന്ന ദൈവമാണ് ഇതിന് തുടക്കം കുറിച്ചത്. ആമൻ എന്ത് ചെയ്തു? ആദമിൽ നിന്ന് ആരെ അടർത്തി മാറ്റി? ഹവ്വായെ അടർത്തി മാറ്റി. എപ്പോഴാ സംഭവിച്ചത്? ആമൻ ഒരു ഗാഢനിദ്ര വരുത്തി. ഇന്നത്തെ അനസ്തേഷ്യ ഇപ്പോഴാണ് ആമൻ നമ്മുടെ വൈദ്യശാസ്ത്രം എന്ത് ചെയ്ത് കണ്ടുപിടിച്ചത്. മനുഷ്യനെ ആമൻ നല്ല ഉറക്കിക്കിടത്താനുള്ള മരുന്ന് എന്ത് ചെയ്തു? കണ്ടുപിടിച്ച് അങ്ങനെ അവനെ മയക്കി കിടത്തിയിട്ടാണ് അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ എന്ത് ചെയ്യുന്നത്? ആമൻ കത്തി തൊടുന്നത്. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ചില മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് അതിന്റെ വേദനയും പ്രയാസവും ചെയ്യുന്നത്. ഇത് ജോമിഷ എങ്ങനെ കണ്ടുപിടിച്ച്? യഹോവയാകുന്ന ദൈവം ആദമിനൊരു ഗാഢനിദ്ര കൊടുത്തു. ആ സമയത്താണ് ആമൻ ദൈവം ആരെ അടർത്തിയെടുത്തത്? ഹവ്വായെ അടർത്തിയെടുത്തത്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം എന്താ ദൈവം അടർത്തിയെടുത്ത്? ഒരു വാരിയൽ, ഒരു റിങ്സ് ആണ് ദൈവം എന്ത് ചെയ്തത്? ആദമിന്റെ. അതുകൊണ്ട് ആൾക്കാർ പറയുന്നിങ്ങനെ, എനിക്ക് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല, സഹോദരന്മാർക്ക് ഒരു വാരിയല്ലേ, ഇവര് പറയുന്ന അവർക്കൊന്ന് കൂടുതലാന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, യഹോവയാകുന്ന ദൈവം ഒരു വാരിയെല്ലെടുത്ത് അതിലെന്ത് ചെയ്തു? മാംസവും തൊക്കും ഒക്കെ പിടിപ്പിച്ച് ആമൻ ഗാഢനിദ്രയിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ ആദാം ഒരു കാഴ്ച കണ്ടു. ആരെ കണ്ടു? സ്തോത്രം. ആമൻ അവന് നാരി എന്ന് ദൈവം പേരിട്ടു. അവൻ അവൾക്ക് ഹവ്വ എന്നും എന്ത് ചെയ്തു? പേരിട്ടു. സ്തോത്രം. അങ്ങനെ ഇപ്പോൾ ഒന്ന് രണ്ടാക്കി. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഇപ്പൊ വിവാഹം കഴിയുമ്പോ പറയും നിങ്ങൾ ഇനി രണ്ടല്ല നിങ്ങൾ ഒന്നാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? നിങ്ങൾ ഒന്നായിരുന്നു. നിങ്ങൾ ആരായിരുന്നു? ഒന്നായിരുന്നു. ഏദൻ തോട്ടത്തിൽ അവിടെ നിന്ന് ദൈവം എന്ത് ചെയ്തു? അടർത്തിയെടുത്തു. എന്നാൽ വിവാഹത്തോടുകൂടെ അവരെ വീണ്ടും ദൈവം എന്ത് ചെയ്യുകയാണ്? ഒന്നാക്കി. രണ്ട് ഹൃദയങ്ങളെ, രണ്ട് വ്യക്തിത്വങ്ങളെ ആമൻ ഒന്നാക്കി തീർക്കുന്നതാണ് ഉഭയസമ്മതത്തിലൂടെ ആമൻ ദൈവം ചെയ്യുന്ന വിവാഹ ബന്ധം എന്ന് പറയുന്നത്. പലയിടങ്ങളിലും അതിനെന്തൊക്കെ ചെയ്യാറുണ്ട് നമുക്കറിയാം. താലി കെട്ടി, മിന്ന് കെട്ടി കല്യാണം കഴിച്ചവരിവിടെ ഉണ്ട്. ഇപ്പൊ പിന്നെ മിന്നെന്ത് ചെയ്തു? അഴിച്ചു കളഞ്ഞു, ഇല്ലേ? സ്തോത്രം. ചില സ്ഥലങ്ങളിലൊക്കെ ആമൻ അവരുടെ വസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ട് എന്ത് ചെയ്യും? ചിലയിടങ്ങളിലൊക്കെ കയറെന്ത് ചെയ്യും? ചുറ്റിയിട്ട്. എന്ന് പറഞ്ഞാൽ ഇവരെ ഒന്ന് ഒന്നാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? പാടുപെടുക. പക്ഷേ ആമൻ നമ്മുടെ വിശ്വാസത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത് ഉഭയസമ്മതത്താൽ എന്ത് ചെയ്യുക? വിവാഹിതരായി തീരുകയാണ്. രണ്ടുപേർക്കും സമ്മതം കൂടാതെ ഇവിടുത്തെ എത്ര ജാതകം ശരിയായാലും എന്ത് ചെയ്യത്തില്ല. ജാതകം നോക്കി പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചവരുടെ വിവാഹമൊക്കെ എന്തായി? ഡൈവോഴ്സായി. ഇന്ന് ഡൈവോഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? പാർക്കുന്നത്. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഹോവയാകുന്ന ദൈവമാണ് നമ്മളെ യോജിപ്പിച്ചെന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അപ്പൊ ഇവിടെ പറയുന്നു, ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തെയാണ്. സ്തോത്രം. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തെയാണ്. ആമൻ അതിന്റെ 28-ാമത്തെ വാക്യം വായിച്ച്. 28. ദൈവം അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ സൃഷ്ടിച്ചു. ആരെ? ആദമിനെ ഹവ്വായെയും യഹോവയാകുന്ന ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു. അടുത്തത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി. നോക്കിക്കേ, അവരെ ദൈവം അനുഗ്രഹിച്ചു. അതിന്റെ മുന്നിലല്ലേ? ദൈവം അവരെ അനുഗ്രഹിച്ചു. ആമേൻ. മത്സ്യങ്ങളെ ദൈവം ഉണ്ടാക്കിയിട്ട് അനുഗ്രഹിച്ചാണോ വിട്ടെ? അല്ല. കാട്ടിലെ മൃഗങ്ങളെ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചാണോ വിട്ടെ?
ആമേൻ. നിങ്ങൾ ആ 1-ാം അധ്യായത്തിൽ വായിച്ചു, അവരെയൊക്കെ ഉണ്ടാക്കിയിട്ട് ദൈവം അനുഗ്രഹിച്ചില്ല. പക്ഷെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ദൈവം ആദ്യം ചെയ്തത് അവരെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. സ്തോത്രം. യഹോവയാകുന്ന ദൈവം മനുഷ്യന് മാത്രം കൊടുത്തതാണ് ഈ അനുഗ്രഹം. സ്തോത്രം. ആമേൻ. നോക്കിയ ദൈവം അവരെ അനുഗ്രഹിച്ചു. അടുത്തത്, നിങ്ങൾ സന്താന തലമുറകളുള്ളവരായിട്ട് ഭൂമിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിറയണം. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അടുത്തത്, അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും നോക്കിയ സകലത്തിന്മേലും അടക്കി നിങ്ങൾ എന്ത് ചെയ്യണം? വാഴണം. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് യഹോവയാകുന്ന ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം പറയാം, ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കാനാണ് വിളിച്ചത്. സ്തോത്രം. എന്നാൽ പലരും അതിൽ നിന്ന് വഴുതി മാറിപ്പോകുകയാണ്. ആമേൻ. സ്തോത്രം. അപ്പൊ യഹോവയാകുന്ന ദൈവം നമ്മളെ അനുഗ്രഹിച്ചത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞ് പെരുകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന യഹോവേ, നിന്റെ വചന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം എത്തുന്നു എന്ന് പറഞ്ഞ തലമുറ വേണമെന്ന് ദൈവം എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ഇന്ന് പലപ്പോഴും എന്താണ്, പണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ 5 മക്കള്, 7 മക്കള്, 10 മക്കള്, 12 മക്കള്. ഞങ്ങളുടെ അവിടെ ഒരു പത്തമ്മ എന്ന് പറഞ്ഞൊരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിക്ക് 12 മക്കളുണ്ട്. സ്തോത്രം. 2 കുട്ടികൾ മരിച്ചുപോയി. അപ്പൊ അമ്മച്ചിയെ വിളിക്കുന്ന എന്താ? പത്തമ്മയെന്ന്. 10 മക്കളുടെ അമ്മയെന്ന്. ഇന്ന് അങ്ങനെയൊക്കെയാണോ? ഇന്നിപ്പോ എല്ലാം പോയി പോയി പോയി. സ്തോത്രം. തലമുറ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിരിക്കുക. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ വെച്ച് വിടുകയാണ്. യഹോവയാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹമാണ് നമുക്ക് തന്നിരിക്കുന്ന തലമുറ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നദ്ധയിൽ നമുക്ക് അടയ്ക്കാം. ആമേൻ. തൃക്കൈകൾ ആമേൻ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്ന മനുഷ്യനെ മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് ദൈവം വ്യത്യസ്തനായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ കരത്തിലൂടെ രൂപഭാവം വരുത്തി ദൈവത്തിന്റെ രൂപത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? ഭൂമി അടക്കി വാഴുവാൻ ദൈവം മനുഷ്യന് അധികാരം കൊടുത്തു. എന്നാൽ കാലങ്ങളുടെ പോക്കിൽ ദൈവം കൊടുത്ത അധികാരത്തെ പിശാചിന്റെ തന്ത്രത്തിൽ അകപ്പെട്ട് മനുഷ്യന്റെ അധികാരം നഷ്ടപ്പെട്ടു. ഇന്ന് മനുഷ്യൻ എല്ലാറ്റിന്മേലും അധികാരമില്ലാത്തവനായി മാറാനിടയായി തീർന്നതിന്റെ കാരണം മനുഷ്യൻ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് വീണ് പോകുവാനിടയായി തീർന്നു. ആ വീണുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുൻപേ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി അവൻ ലോകത്തിലേക്ക് അയക്കുവാനിടയായി തീർന്നു. പിതാവാകുന്ന ദൈവം തന്റെ ഏകജാതനാകുന്ന പുത്രനാകുന്ന യേശുവിനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. ആ യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ അവസാനത്തുള്ള രക്തം വരെയും പലസ്തീന്റെ യെരുശലേം വീഥികളിൽ നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടു. പീലാത്തോസിന്റെ കൽത്തളത്തിൽ യേശുവിന്റെ ശരീരത്തിലെ രക്തം ധാരധാരയായി ഒഴുക്കപ്പെട്ടു. ആ ഗോൽഗോഥാ മലമുകളിൽ ക്രൂശിൽ കിടക്കുന്ന യേശുവിന്റെ ശരീരത്തിലെ രക്തം ധാരധാരയായി ഒഴുക്കപ്പെട്ടു. യേശുവിന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. പ്രിയമുള്ള ദൈവമക്കളെ,
യേശു കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചിന്തി ഒരു മൺകുടം തകരുന്നത് പോലെ നമ്മുടെ കർത്താവിന്റെ ശരീരം തകർക്കപ്പെടുവാനിടയായി തീർന്നു. ഏദൻ പൂങ്കാവനത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുവാൻ തലമുറയോളം സ്തോത്രമാ ജനത്തെ രക്ഷിക്കുവാൻ, ഒന്നുകൂടി പറഞ്ഞ ലോകത്തിലുള്ള മാനവജാതിയുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ ഭൂമിയിലേക്ക് ദൈവം അയക്കപ്പെട്ട പുത്രനാകുന്ന ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് ദൈവം കൃപ നൽകി തരുവാനിടയായി തീർന്നു. ആ കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിക്കുന്ന ഓരോ ദൈവവൈതലിനും അവന്റെ പുത്രനാകുന്ന യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. നമ്മൾ എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും, എത്ര കൊടും ക്രൂരത ചെയ്ത കടുംചുവപ്പാ പോലെ നമ്മുടെ പാപത്തിന്റെ കറകൾ ചുമന്നിരുന്നാലും യേശുവിന്റെ രക്തം ആ പാപത്തിന്റെ കറകളെ തുടച്ചു മാറ്റുന്നതാണ്. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി, യേശു അടിസ്ഥാനം ആശ്രയവനിലത്രേ, യേശു അടിസ്ഥാനം ആശ്രയവനിലത്രേ, ആശ്വാസത്തിൽ ഒന്ന് ചേർന്ന് പാടിക്കാട്ടെ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ദുഃഖം ദരിദ്രമെന്നെ വയ്ക്കൊണ്ടു ശക്തിയെന്നെ, ദുഃഖം ദരിദ്രമെന്നെ വയ്ക്കൊണ്ടു ശക്തിയെന്നെ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ, യേശു അടിസ്ഥാനം ആശ്രയവനിലത്രേ, യേശു അടിസ്ഥാനം ആശ്രയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. Praise the Lord. Hallelujah. നമ്മുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവിന്റെ പാപമില്ലാത്ത രക്തം, ആ രക്തത്തിൽ വിശ്വസിപ്പാനും ആ കർത്താവിനെ ആശ്രയിപ്പാനും ദൈവം നമുക്ക് നൽകി തന്ന ഭാഗ്യത്തെ ഓർത്ത്
നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.